It is the branch of learning that study the language of all human societies, that is, how each language is constructed and how this language varying from place to place. ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ലാംഗ്വേജിനെ കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രാഞ്ചസ് ഉണ്ട്. നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയിലെ എങ്ങനെയാണ് ലാംഗ്വേജ് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് ഓരോ പ്ലേസ് ആവുമ്പോഴും ലാംഗ്വേജിനൊരു വ്യത്യാസം വന്നിട്ടുള്ളത് എന്നതിനൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലിംഗ്വിസ്റ്റിക്സ്. ആൻഡ് ലാംഗ്വേജ് ഇസ് സ്റ്റാറ്റിക്. വി കനോട്ട് സീ എനി മൂവ്മെൻറ്റ്. ഇതെങ്ങനെയാണ് ചേഞ്ച് ചെയ്തത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സോ ലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡി ഹൗ ഇറ്റ് ചേഞ്ചസ് ത്രൂ ദ സെഞ്ചുറീസ്. എങ്ങനെയാണ് ലാംഗ്വേജ് ഈ ഒരു സെഞ്ചുറി കാലഘട്ടങ്ങളിലായിട്ട് എങ്ങനെയാണ് ഈ ഒരു ചേഞ്ചസ്, മാറ്റങ്ങൾ നമ്മുടെ ലാംഗ്വേജിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നും കൂടി ആര് പഠിക്കുന്നു? ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്. The study the relationship between the other language, the usage of language by human speakers. അതായത് എന്താ പറഞ്ഞത്? അതെ, മറ്റുള്ള ഭാഷയുമായിട്ട് എങ്ങനെയാണ് ഈ ഒരു ഭാഷ, ഈ ഒരു ലാംഗ്വേജ് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് പഠിക്കുന്നു. അതുപോലെ ഹ്യൂമൻ സ്പീക്കേഴ്സ് എങ്ങനെയൊക്കെയാണ് ലാംഗ്വേജിൻ്റെ യൂസേജ് പഠിക്കുന്നു. ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്, ദെർഫോർ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് സൈക്കോളജി, ഫിലോസഫി, ആന്ത്രപ്പോളജി ആൻഡ് ടീച്ചിങ്. ഇങ്ങനെയുള്ള സൈക്കോളജിയിലും ഫിലോസഫിയിലും ആന്ത്രപ്പോളജിയിലും ടീച്ചിങ്ങിലൊക്കെ എങ്ങനെയാണ് ഹ്യൂമൻ ലാംഗ്വേജ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിനെക്കുറിച്ചിട്ട് പഠിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? ലിംഗ്വിസ്റ്റിക്സ്. അതായത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. It is defined as the scientific sound language. It is systematic study of the elements of language and the principles governing their combination and organization. And next ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. Why linguistics is called as a scientific study or science? എന്തുകൊണ്ടാണ് ലിംഗ്വിസ്റ്റിക്സിന് സയൻറ്റിഫിക് സ്റ്റഡി അല്ലെങ്കിൽ സയൻസ് എന്ന് വിളിക്കുന്നത്? അതായത് എന്തുകൊണ്ടാണ് ഇതിനെ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി? നമ്മൾ പറഞ്ഞു ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്, സയൻറ്റിഫിക് സൗണ്ട് ലാംഗ്വേജ് എന്നാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. ബിക്കോസ് ലിംഗ്വിസ്റ്റിക്സ് ഫോളോ ദ മെത്തേഡ്സ് ഓഫ് എ സയൻസ്. ഒരു ശാസ്ത്രത്തിൻ്റെ മെത്തേഡ്സ്, സയൻസിൻ്റെ മെത്തേഡ്സ് ലിംഗ്വിസ്റ്റിക്സ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലിംഗ്വിസ്റ്റിക്സിനെ നമുക്ക് സയൻറ്റിഫിക് സ്റ്റഡി എന്ന് വിളിക്കാം. ആൻഡ് ദെൻ കുറച്ച് ഒബ്സർവേഷൻസ് കൊടുത്തിട്ടുണ്ട്. സച്ച് ആസ് ഒബ്സർവേഷൻസ് എ കൺട്രോൾഡ് ഒബ്സർവേഷൻ ആണ്. ഏതൊക്കെയാണ്? ഹൈപ്പോത്തിസിസ് ഫോർമേഷൻ, പ്രിഡിക്ഷൻ, കളക്ഷൻ ഓഫ് ഡാറ്റ, അനലൈസിസ്, ജനറലൈസേഷൻ, കൺഫോർമേഷൻ. ഇതും അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. And there are 3 essential qualities which makes a study as scientific. നമ്മൾ നടത്തുന്ന പഠനത്തെ സയൻറ്റിഫിക് ആക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് 3 എസെൻഷ്യൽ ക്വാളിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ് എസെൻഷ്യൽ ക്വാളിറ്റീസ്? ആ എസെൻഷ്യൽ ക്വാളിറ്റീസ് ആണ് നമ്മുടെ സ്റ്റഡിയെ സയൻറ്റിഫിക് ആക്കുന്നത്, ശാസ്ത്രമായിട്ട് മാറ്റുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എക്സ്പ്ലിസിറ്റ്നെസ്, സിസ്റ്റമാറ്റിക്നെസ് ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. എക്സ്പ്ലിസിറ്റ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? നമുക്ക് നോക്കുമ്പോൾ വ്യക്തത എന്നതാണ് അതിൻ്റെ മീനിങ്. സോ എക്സ്പ്ലിസിറ്റ്നെസ് aims the description and definitions should be clear and proper. It will make the study into accurate. നമ്മൾ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ അതെന്തായിരിക്കണം? ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം ആൻഡ് പ്രോപ്പർ ആയിരിക്കണം. ഇറ്റ് വിൽ മേക്ക് ദ സ്റ്റഡി ഇൻ ടു ആക്യുറേറ്റ്. ഓക്കെ, ഇത് എക്സ്പ്ലിസിറ്റ്നെസ് നോക്കുമ്പോൾ ഷുഡ് ബി ക്ലിയർ. നെക്സ്റ്റ് ക്വാളിറ്റിയാണ് സിസ്റ്റമാറ്റിക്നെസ്. ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും സിസ്റ്റമാറ്റിക്നെസ്, അറേഞ്ച്മെൻറ്റ്, ക്രമീകരണം. മീൻസ് വി ക്യാൻ സ്റ്റഡി എ ലാംഗ്വേജ് ഇൻ ഡിഫറെൻറ്റ് വൈസ് ആൻഡ് ഈച്ച് ഓഫ് ദിസ് വേസ് ഹാവ് ദെയർ ഓൺ ഫ്രെയിം വർക്ക്. ഇപ്പം നമ്മളൊരു ഭാഷയെക്കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് അതിന് വ്യത്യസ്ത രീതിയിലുള്ള വഴികളുണ്ടാകും. ഓരോ വഴികൾക്കും അതിൻ്റേതായ ഫ്രെയിം വർക്ക് ഉണ്ടാകും അല്ലേ? So a linguist must make a standardization and consistency throughout the study by comparing two terms such as two languages. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിംഗ്വിസ്റ്റ്, ഒരു ഭാഷാശാസ്ത്രജ്ഞൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ പഠനത്തിലുടനീളം 2 ലാംഗ്വേജിനെ പോലുള്ള 2 ടേംസ് പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കണം. എങ്ങനെ? ഒരു സ്റ്റാൻഡേർഡൈസേഷനും ഒരു കൺസിസ്റ്റൻസിയും അതിൽ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. 2 ലാംഗ്വേജിനെ പോലുള്ള 2 ടേംസ് കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കണം ഒരു ഭാഷാശാസ്ത്രജ്ഞന് അതിനെക്കുറിച്ചിട്ട് പഠിക്കേണ്ടത്. അതിനെയാണ് സിസ്റ്റമാറ്റിക്നെസ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഒബ്ജക്റ്റിവിറ്റി. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ എ ലിംഗ്വിസ്റ്റ് ഷുഡ് കീപ് ആൻ ഓപ്പൺ മൈൻഡ്.
without an interference into his study, and his conclusions and evidence must be evaluable for direct observation. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു ലിംഗ്വിസ്റ്റ് തൻ്റെ പഠനത്തിൽ ഒരു ഇൻ്റർഫറൻസും കൂടാതെ തൻ്റെ ഓപ്പൺ മൈൻഡായിട്ട് കീപ്പ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു എവിഡൻസ്, കൺക്ലൂഷൻസ് അതൊക്കെ എന്താ പറയുക, ഡയറക്റ്റായിട്ടുള്ളൊരു ഒബ്സർവേഷന് ഇവാലുബിൾ ആയിരിക്കണം. അതായത് ഇവിടെ എന്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ദ ലിംഗ്വിസ്റ്റ് ഷുഡ് കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് വിത്തൗട്ട് ആൻ ഇൻറഫറൻസ്. എന്തിനു വേണ്ടിയിട്ട്? അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിൽ അദ്ദേഹം കൺക്ലൂഷൻസും എവിഡൻസും അതൊക്കെ ഡയറക്റ്റ് ഒബ്സർവേഷന് ഇവാലുബിൾ ആയിരിക്കണം. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് ആണ്. ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് ആരാണെന്ന് അറിയോ? ഫ്രെഡിനാൾഡ് ഡി സോഷ്യർ ആണ്. Social studied the language based on his idea structuralism, that is, language is a system of systems and it contains a number of subsystems and components. Structuralism എന്ന അദ്ദേഹത്തിൻ്റെ ഐഡിയയിലൂടെയാണ്, അത് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ലാംഗ്വേജിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ളത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് സിസ്റ്റമാണ്, അതിന് നമ്പർ ഓഫ് സബ് സിസ്റ്റവും കമ്പോണൻസും ഉണ്ട് എന്നാണ് സോഷ്യർ പറയുന്നത്. Even phoneme itself is used differently in different words as stressed and unstressed. Phoneme എന്താണ്? സ്മോളസ്റ്റ് സൗണ്ട് യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഡിഫറെൻറ്റ് വേർഡ്സിൽ ഒരേ സൗണ്ട് സ്ട്രെസ്ഡ് ആയിട്ടും അൺസ്ട്രെസ്ഡ് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സ്പാർക്ക്, പാർക്ക്, കപ്പ്. ആൻഡ് the importance given to the structure gives importance to the arrangement. When the arrangement of elements of a sentence is changed, the meaning also will be changed. ഇപ്പം നമ്മളൊരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് ആ സെൻറ്റൻസിലെ ഒരു വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ മീനിങ്സ് ചേഞ്ച് ചെയ്യും. ആ സെൻറ്റൻസ് മാറുന്നതോടു കൂടി അതിൻ്റെ എലമെൻറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതോടു കൂടി അതിൻ്റെ മീനിങ്സ് മാറും അല്ലേ. ഫോർ എക്സാമ്പിൾ നോക്കാം, ദ ഡോഗ് ബിറ്റ് ജോൺ. ഡോഗ് ജോണിനെ കടിച്ചു. എന്നാൽ അത് നേരെ തിരിച്ചിട്ട് നോക്കൂ, ജോൺ ബിറ്റ് ദ ഡോഗ്. ജോൺ ഡോഗിനെ കടിച്ചു എന്നായില്ലേ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ആ ഒരു മീനിങ്സ് ഓൾസോ വിൽ ബി ചേഞ്ച്ഡ്. അതിൽ എലമെൻറ്റ്സിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മീനിങ്ങും ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്താ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്? അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അറേഞ്ച്മെൻറ്റിൽ. The common structure pattern of English is SVO, subject, verb, object. But some language like Malayalam has subject, object, verb structure. So sometimes the structure changes will not affect this kind of language. അതായത് ഇപ്പോൾ നമ്മൾ മേലെ പറഞ്ഞു, ദ ഡോഗ് ബിറ്റ് ജോൺ, ജോൺ ബിറ്റ് ദ ഡോഗ് എന്നുള്ള എക്സാമ്പിൾ. ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിലെ സ്ട്രക്ചറൽ പാറ്റേൺ ഏതാണ്? കോമൺ സ്ട്രക്ചറൽ പാറ്റേൺ ഏതാണ്? ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് ആണല്ലേ. എന്നാൽ മലയാളം പോലെയുള്ള നമ്മുടെ ഭാഷകളിൽ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ് എന്നതാണ് അതിൻ്റെ സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ചില ലാംഗ്വേജിൽ ഒരു സ്ട്രക്ചറിന് മാറ്റം വന്നു വിചാരിച്ചിട്ട് അതിൻ്റെ മീനിങ്സിൽ മാറ്റം വരണമെന്നില്ല. അപ്പോൾ ഈ ഒരു മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ട പോയിൻറ്റ്സ് ആണ്. ആൻഡ് ഇൻ ഹിസ് സ്റ്റഡി സോഷ്യൽ coined the term sign. Language is a system of the signs. It is composed that signifier plus signified and sign. എന്താ പറയുന്നത്? എന്താണ് സിഗ്നിഫയർ എന്നറിയോ? സിഗ്നിഫയർ മീൻസ് ദ ഫൊണീം ഓർ ഗ്രാഫിക് പാർട്ട് ഓഫ് സൈൻ, സൗണ്ട് ആണ്. ആൻഡ് സിഗ്നിഫൈഡ് മീൻസ് ദാറ്റ് വാട്ട് ഈസ് റിഫേർഡ് ടു ഓർ ദാറ്റ് കോൺസെപ്റ്റ് ബിഹൈൻഡ് ദ സിഗ്നിഫയർ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകണമെന്നില്ല. സിഗ്നിഫയർ എന്ന് പറയുമ്പം ടേബിൾ, ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഞാൻ ആ ഒരു വസ്തുവിനെ വിളിക്കുന്ന നെയിം ടേബിൾ, ആ ഒരു സൗണ്ടാണ്, ആ ഒരു ഫൊണീമാണ് സിഗ്നിഫയർ എന്ന് പറയുന്നത്. ആൻഡ് സിഗ്നിഫൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ ടേബിളിൻ്റെ ഒരു പിക്ചർ, ആ ഒരു സൗണ്ടിനെ ഇതാക്കിയിട്ടുള്ള റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, ആ ഒരു ഓബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാണ് സിഗ്നിഫൈഡ്. ആൻഡ് ദെൻ സൈൻ, വേർഡ് കോമ്പിനേഷനാണ് സൈൻ എന്ന് പറയുന്നത്. അതായത് ആ ഒരു സൗണ്ടും ആ ഒരു ഒബ്ജക്റ്റും തമ്മിലുള്ള കോമ്പിനേഷനാണ് സൈൻ. സിഗ്നിഫയർ പ്ലസ് സിഗ്നിഫൈഡ് ആൻഡ് സൈൻ. മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ട്രീ. ട്രീ എന്നത് ദ സൗണ്ട് ഓഫ് ദി വേർഡ് ട്രീ ഓർ ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ട്രീ ഇസ് എ സിഗ്നിഫയർ. ആ ഒരു ട്രീ എന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു വേർഡിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് അതിൻ്റെ സിഗ്നിഫയർ.
and the concept or idea in your mind is signified. ഇപ്പോൾ ഒരു ടേബിൾ എന്നുള്ള സൗണ്ട് നിങ്ങളുടെ മൈൻഡിൽ ട്രീ എന്നുള്ളൊരു സൗണ്ട് നിങ്ങളുടെ മൈൻഡിൽ കേട്ട സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ ഒരു പിക്ചർ വന്നു. ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ഐഡിയ, അതാണ് സിഗ്നിഫൈഡ്. ആൻഡ് വെൻ ദസ് ടു ടേംസ് ജോയിൻ ടുഗെദർ വി വിൽ ഗെറ്റ് ദ ടേം സൈൻ. അങ്ങനെ ആ ഒരു കോൺസെപ്റ്റും ആ ഒരു സൗണ്ടും കൂടി ചേരുന്ന സമയത്ത്, ടുഗെദർ ജോയിൻ ആവുന്ന സമയത്ത് നമുക്കൊരു ടേം കിട്ടുന്നു. അതിനെയാണ് സൈൻ വേർഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സൈൻ എന്നുള്ളൊരു ടേം കോയിൻ ചെയ്യുന്നത് ആരാണ്? സോഷ്യറാണ്. ലാംഗ്വേജ് ഈസ് ദ സിസ്റ്റം ഓഫ് ദി സയൻസ്. ഭാഷ എന്ന് പറയുന്നത് സയൻസിൻ്റെ ഒരു സിസ്റ്റമാണ് അല്ലേ? നമ്മളിപ്പോൾ സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ബുക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു ബുക്കിൻ്റെ സൗണ്ട് നമ്മുടെ മൈൻഡിൽ വരുന്ന ആ ഒരു പിക്ചർ, ആ ഒരു ഒബ്ജക്റ്റ് കൂടി തരുന്നതാണ് സൈൻ എന്ന് പറയുന്നത്. അതല്ലേ ലാംഗ്വേജ് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ ഇതാണ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സിൽ വരുന്നത്. ആൻഡ് ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് ലെവൽസ് ആണ്, ലെവൽസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. അതുകൊണ്ട് നോക്കിയാൽ നമ്മൾ ഏറെക്കുറെ എല്ലാ ടോപ്പിക്കും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആർബിട്രറിനെസ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ദർ ഈസ് നോ നാച്ചുറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. സിഗ്നിഫൈഡ് എന്ന് പറയുമ്പോൾ സൗണ്ടാണ്, സിഗ്നിഫൈഡ് എന്ന് പറയുമ്പോൾ ഒരു കോൺസെപ്റ്റാണ്. അതിനൊന്നും ബന്ധമില്ല. അതിനെയാണ് ആർബിട്രറിനെസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ബന്ധമുള്ളതിന് എന്താണ് പറയുക? അതായത് സിഗ്നിഫയറും തമ്മിൽ ബന്ധമുള്ളതിന് എന്ത് പറയാം? സൗണ്ട് സിംബോളിസം എന്നാണ് പറയുക. മറക്കണ്ട കേട്ടോ. ഓക്കെ, ആൻഡ് സെമിയോട്ടിക്സ് ആൻഡ് സെമിയോളജി. സെമിയോട്ടിക്സ് എന്ന് പറയുമ്പോൾ ദ സ്റ്റഡി ഓഫ് സയൻസ് ഈസ് കോൾഡ് സെമിയോട്ടിക്സ്. ആൻഡ് സെമിയോളജി എന്ന് പറയുമ്പോൾ ദ സയൻസ് ഇൻ വിച്ച് സ്റ്റഡി സയൻസ് ഈസ് കോൾഡ് സെമിയോളജി. ആ ഒരു ശാസ്ത്രശാഖയെ വിളിക്കുന്നതിനെയാണ് സെമിയോളജി എന്ന് പറയുക. ഓക്കെ, ആൻഡ് ഫോണിറ്റിക്സ് എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ലാംഗ്വേജ് അറ്റ് ലെവൽ ഓഫ് സൗണ്ട് സ്റ്റഡി ഓഫ് ഫോണീം, ബേസിക് സൗണ്ട്. ഫോണീം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോളസ്റ്റ് സൗണ്ട് യൂണിറ്റ് ആണ്. ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് ആൻഡ് സൗണ്ട് ലെവൽസിനെ പഠിക്കുന്നതിനെയാണ് എന്ത് പറയുക? ഫോണിറ്റിക്സ് എന്ന് പറയാം. ഇറ്റ് എക്സ്പ്ലെയിൻ ഹൗ ദിസ് സൗണ്ട് ആർ ആർട്ടിക്കുലേറ്റഡ് ആൻഡ് റിസീവ്ഡ് ബൈ ദ ലിസണർ. എങ്ങനെയാണ് ഈ ഒരു സൗണ്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടത്, എങ്ങനെയാണ് അത് ലിസണർക്ക് കേൾക്കുന്നതെന്നൊക്കെ റിസീവ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഇതാണ് ഫോണിറ്റിക്സ്. ആൻഡ് ഫോണോളജി എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ദ കോമ്പിനേഷൻ ഓഫ് സൗണ്ട് ഇൻറ്റു ഓർഗനൈസ് യൂണിറ്റ് ഓഫ് സൗണ്ട് ഓർ ദ ഫോർമേഷൻ ഓഫ് സിലബിൾസ് ആൻഡ് ലാർജ് യൂണിറ്റ്സ്. ഇതെന്താണ്? സൗണ്ടിൻ്റെ ഒരു കോമ്പിനേഷനെ കുറിച്ചിട്ട് പഠിക്കുന്നതിനെയാണ് ഫോണോളജി എന്ന് പറയുക. ആൻഡ് മോർഫോളജി, ഇറ്റ് ഈസ് സ്റ്റഡി ഫോർമേഷൻ ഓഫ് മോർഫീംസ് ആൻഡ് വേർഡ്സ് ബൈ കമ്പൈനിങ് സൗണ്ട്സ്. എന്താണ് മോർഫീംസ് എന്ന് പറഞ്ഞാൽ? മോർഫീംസ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്മോളസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റിൻ്റെ ഫോർമേഷനെ കുറിച്ചിട്ട് പഠിക്കുന്നതിനെയാണ് മോർഫോളജി എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഗ്രാഫോളജി, സ്റ്റഡി ഓഫ് റൈറ്റിംഗ് സിസ്റ്റം ഓഫ് ലാംഗ്വേജ്. റൈറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ഗ്രാഫോളജി എന്ന് പറയാം. അപ്പോൾ ഇതാണ് ലെവൽസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ടേംസ് സിൻക്രോണിക് ആൻഡ് ഡൈക്രോണിക്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ് എന്നിവയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സിൻക്രോണിക് ആൻഡ് ഡൈക്രോണിക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഡൈക്രോണിക് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇത് ഫോക്കസ് ചെയ്യുന്നത് ലാംഗ്വേജിൽ വന്നിട്ടുള്ള ചേഞ്ചസിനെയാണ്, മാറ്റങ്ങളാണ്. ഓവർ ദ പീരിയഡ് ഓഫ് ടൈം, ഒരു പീരിയഡ് ഓഫ് ടൈമിൽ ചേഞ്ചസിനെ. ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ സ്റ്റഡി. ലാംഗ്വേജ് ഇസ് നോട്ട് സ്റ്റാറ്റിക് ഓർ സ്റ്റേബിൾ. ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേബിൾ അല്ല അല്ലേ, അതുപോലെ സ്റ്റാറ്റിക് അല്ല, എന്ന് നിലനിൽക്കുന്നതാണ്. ഇതിന് ഡെവലപ്മെൻറ്റ് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, ഇതിന് ചേഞ്ചസ് വരുന്നുകൊണ്ടേയിരിക്കുകയാണ്. ബിക്കോസ് ലാംഗ്വേജ് ഇസ് എ ഡൈനാമിക് പ്രോസസ്. ഇറ്റ് ഈസ് ഗ്രോയിങ്, ഇറ്റ് ഈസ് ചേഞ്ചിങ്, ഇറ്റ് ഈസ് ഡെവലപ്പിംഗ്. അപ്പോൾ അതിനൊക്കെ നമ്മുടെ ലാംഗ്വേജിന് ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മുടെ ലാംഗ്വേജിന് വന്നിട്ടുള്ള മാറ്റങ്ങളെ, അതിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ഡൈക്രോണിക് സ്റ്റഡി എന്ന് പറയുന്നത്. Diachronic study focus on the changes in language over the period of time. It is a historical study. Language is not static or stable. Language is a dynamic process. It is growing, it is changing, and it is developing. It is changing the study on these changes of a period of time. For example, in the period of social to 19th century. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമാകുന്നതിനെ കുറിച്ചിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി 1947 മുതൽ 2000 വരെ ഇന്ത്യയിലെ പഠനം, ഇന്ത്യയിലെ ലാംഗ്വേജിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം എന്ന് പറയുന്നത് 53 വർഷങ്ങളിലെ നീണ്ട കാലയളവിലെ പഠനം അല്ലേ. ഇതിനെയാണ് പീരിയഡ് ഓഫ് ടൈം.
53 വർഷങ്ങളിലെ നീണ്ട കാലയളവിൽ നമ്മുടെ ലാംഗ്വേജിന് വന്നിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചിട്ട് പഠിക്കുന്നതിനെയാണ് ഡയക്രണിക് സ്റ്റഡി എന്ന് പറയുന്നത്. പീരീഡ് ഓഫ് ടൈം ആൻഡ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയാണ് ഡയക്രണിക്. അങ്ങനെ വരുമ്പോൾ എന്താണ് സിൻക്രണിക്? Synchronic study means the study of language at a particular time that will not give stress to the historical study. ഒരു പെർട്ടിക്കുലർ ടൈമിലെ ലാംഗ്വേജിനെ കുറിച്ചിട്ട് പഠിക്കുന്നതിനെയാണ് എന്ത് പറയുക, സിൻക്രണിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, പാസ്റ്റിനെ കുറിച്ചിട്ട്, ഈവൻസ്, ഹിസ്റ്ററിയെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? അവിടെ പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഒരൊറ്റ മൂവ്മെൻറ്റ്, ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ലാംഗ്വേജിനെ കുറിച്ചിട്ടുള്ള പഠനത്തിനെയാണ് എന്ത് പറയുക, സിൻക്രണിക് എന്ന് പറയും. 1940 വന്ന ലാംഗ്വേജിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം, ഇതാണ് പോയിൻ്റ് ഓഫ് ടൈം. അപ്പോൾ സിൻക്രണിക് എന്താണ്, ഡയക്രണിക് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. In Saussures example, in a play of chess, the board is changing their position. But each movement we can describe the term without referencing the past movement is a synchronic way of study. എന്താണ് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ചെസ്സ് കളിക്കണം. ആ ചെസ്സ് കളിക്കുന്ന സമയത്ത് ഓരോ മൂവ്മെൻറ്റിലും നമുക്ക് ആ ബോർഡിൻ്റെ പൊസിഷന് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. എന്നാൽ അതിൻ്റെ പാസ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് അത് മൂവ് ചെയ്തിട്ടുണ്ടെന്ന്, അതിൻ്റെ പാസ്റ്റ് മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് ഇവിടെ റെഫറൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതാണ് സിൻക്രണിക് വേ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. ആ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം മതി, പാസ്റ്റിനെ കുറിച്ചിട്ട് പറയേണ്ട, പാസ്റ്റ് മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് ഇവിടെ റെഫറൻസ് ചെയ്യേണ്ട. അപ്പോൾ സിൻക്രണിക് ആൻഡ് ഡയക്രണിക് എന്ന് പറഞ്ഞാൽ ഇതാണ്, മാറിപ്പോകരുത്. ഡയക്രണിക് എന്ന് പറയുമ്പോൾ പീരീഡ് ഓഫ് ടൈമാണ്, അതുപോലെ ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയാണ്, ഹിസ്റ്റോറിക്കൽ ചേഞ്ചസിനെ കുറിച്ചിട്ടുള്ളൊരു സ്റ്റഡിയാണ്. പിന്നെ അതുപോലെ സിൻക്രണിക് എന്ന് പറയുമ്പോൾ ഒരൊറ്റ മൂവ്മെൻ്റ് ആണ്, പാസ്റ്റിനെ കുറിച്ചിട്ട് ഇവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പോയിൻ്റ് ഓഫ് ടൈം, ഡയക്രണിക് പീരീഡ് ഓഫ് ടൈം ആൻഡ് സിൻക്രണിക് പോയിൻ്റ് ഓഫ് ടൈം. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ്. 2 types of study of language. ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കാൻ 2 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ്. ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ച് നമുക്ക് നൽകിയിട്ടുള്ളത് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് ആണ്. അതുപോലെ പ്രിസ്ക്രിപ്റ്റീവ് അപ്പോൾ നമുക്ക് ആരായിരിക്കും, ട്രഡീഷണൽ ഗ്രമാരിയൻസ് ആയിരിക്കും അല്ലേ. നമുക്ക് നോക്കാം. Descriptive approach in linguistics is giving importance to the modern linguistics, which describe language at all levels like phonology, grammar, and meaning side and etc. It is a kind of flexible. ഡിസ്ക്രിപ്റ്റീവ് എന്നാൽ ഡിസ്ക്രൈബ് ചെയ്ത് തരിക അല്ലേ. ഇപ്പം നമുക്ക് ലാംഗ്വേജിനെ കുറിച്ചുള്ളൊരു കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് തരാം. ഇത് അങ്ങനെയാകാം, ഇതിങ്ങനെ ആകാം, ഇതങ്ങനെയൊക്കെയാണ്, അങ്ങനെ നമുക്ക് ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത് തരിക, അത്രേ ഉള്ളൂ. എന്നാൽ പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കുകയാണ്, ആ സമയത്ത് നമുക്ക് ഡോക്ടർ ഒരു മരുന്ന് കുറിക്കും, അതെന്താണ്, പ്രിസ്ക്രിപ്റ്റീവ് ആണല്ലേ. അപ്പോൾ ആ മരുന്ന് നമുക്ക് വെട്ടി വേറെ മരുന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മുടേതായ അഭിപ്രായങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ജീവൻ്റെ കാര്യമാണല്ലേ. അപ്പോൾ ഇതാണ് പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. അവർ നമുക്ക് അങ്ങോട്ട് ട്രഡീഷണൽ ഗ്രമാരിയൻസ് നമുക്കണ്ട് കുറച്ച് കാര്യങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നു. എന്ന് വി ഷുഡ് യൂസ് ആൻഡ് വാട്ട് വി ഷുഡ് നോട്ട്, നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം നമുക്കവർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. Prescriptive rules are rigid and whereas the rules of the descriptive study are flexible. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഫ്ലെക്സിബിൾ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ഇസ് മേ ബി ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ടൈം ആൻഡ് ദ ബേസിക് ക്രൈറ്റീരിയ ഇസ് ദ യൂസേജ് ഓഫ് നാറ്റീവ് സ്പീക്കേഴ്സ്. ഓക്കെ, ഇത് മാറിക്കൊണ്ടിരിക്കും ടൈമിനനുസരിച്ചിട്ട്, നമ്മുടെ നാറ്റീവ് സ്പീക്കേഴ്സിൻ്റെ യൂസേജ് അനുസരിച്ചിട്ടൊക്കെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. എന്നാൽ പ്രിസ്ക്രിപ്റ്റീവ് അങ്ങനെയല്ല, അത് അവർ നമുക്ക് എന്ത് ചെയ്തെന്നാണ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിരിക്കുകയാണ്. 2 types of study of language ആണ്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് പ്രിസ്ക്രിപ്റ്റീവ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ലാംഗ്വേജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തന്നു, അതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ പ്രിസ്ക്രിപ്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഗ്രമാരിയൻസ് ആണ്. അവർ നമുക്ക് വാട്ട് ഫോം വി ഷുഡ് യൂസ് ആൻഡ് വാട്ട് വി ഷുഡ് നോട്ട് എന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു, അവിടെ നമുക്ക് ചേഞ്ചസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. അപ്രോച്ചസ് ടു സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണ് ഇത് രണ്ടും. കോൺസെപ്റ്റ്സ് ഓഫ് ലാംഗ്വേജ് ആണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ടേംസ് ലാങ് ആൻഡ് പരോള് ആൻഡ് കോമ്പറ്റൻസ് ആൻഡ് പെർഫോമൻസ്. ലാങ് ആൻഡ് പരോളിൻ്റെ മറ്റൊരു വേർഷനാണ് കോമ്പറ്റൻസ് ആൻഡ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ലാങ് ആൻഡ് പരോള് ആരാക്കിയതാണ്, സോഷ്യറിൻ്റെതാണ്. അതുപോലെ കോമ്പറ്റൻസ് ആൻഡ് പെർഫോമൻസ് അത് നോം ചോമസ്കിയുടേതാണ്.
ലാങ് ആൻഡ് പെരോൾ എന്ന് പറയുമ്പോൾ നോക്കാം, all members in a certain language speaking community process a language. Each and every person is entirely different with their own capacity use of a particular language. ഇതാണ് സംഭവം. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു മലയാളം സംസാരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എടുക്കുകയാണെങ്കിൽ ഓരോരുത്തരും യൂസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിൽ അവരുടെ ഓരോരുത്തരുടെയും കപ്പാസിറ്റി വ്യത്യാസമായിരിക്കും. അവർക്ക് ആ ഒരു ഭാഷയെക്കുറിച്ചിട്ട് അറിയാവുന്ന നോളേജ്, അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സൈഡിനെ കുറിച്ചിട്ട് അറിയാവുന്നത്, അപ്പോൾ എങ്ങനെയാണ് മീനിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ലാംഗ്വേജ്, ഇതൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിനെയാണ് ലാങ് എന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ലാംഗ്വേജ് കപ്പാസിറ്റി വ്യത്യാസമായിരിക്കും. യൂസ് ഓഫ് പെർട്ടിക്കുലർ ലാംഗ്വേജ് കപ്പാസിറ്റിയാണ് ലാങ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പെരോൾ എന്താണ്? The production of this language with a science is called parole. നമ്മുടെ ഉള്ളിലുള്ള നോളേജ് വെച്ചിട്ട്, നമുക്കറിയാവുന്ന ആ ഒരു കപ്പാസിറ്റി വെച്ചിട്ട്, ആ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിൽ നമുക്കറിയാവുന്ന നോളേജ് വെച്ചിട്ട് അയാൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നതിനെയാണ്, എങ്ങനെയാണ് അത് സംസാരിക്കുന്നത്, എങ്ങനെയാണ് അത് പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്നതിനെയാണ് പെരോൾ എന്ന് പറയുന്നത്. ലാങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ലാംഗ്വേജ്, പെർട്ടിക്കുലർ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റിയാണ്. അതുപോലെ പെരോൾ എന്ന് പറയുമ്പോൾ ആ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് ഒരാൾ അദ്ദേഹത്തിൻ്റെ നോളേജ് വെച്ചിട്ട് എങ്ങനെയാണ് അയാൾ അപ്ലൈ ചെയ്യുന്നത് അതിനെയാണ് പെരോൾ എന്ന് പറയുന്നത്. ലാങ് എന്ന് പറയുമ്പോൾ തിയോറിറ്റിക്കലാണ്, പെരോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് ആരുടേതാണ്? സോഷ്യറിൻ്റെ ആണ്. ഫ്രെഡിന ഡി സോഷ്യറിൻ്റെ ടേംസാണ് ലാങ് ആൻഡ് പെരോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വേർഷനാണ് കോമ്പറ്റൻസ് ആൻഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞു. കോമ്പറ്റൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലാങ്ങും, അതുപോലെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ പെരോളും. ഓക്കെ, നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ സൈം ആസ് ലാങ് ആൻഡ് പെരോൾ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈ നോം ചോമസ്കി ഇൻസ്റ്റെഡ് ഓഫ് സോഷ്യർ. ലാങ് ആൻഡ് പെരോൾ, സോഷ്യറിൻ്റെ ലാങ് ആൻഡ് പെരോളിൻ്റെ പകരമായിട്ട് നോം ചോമസ്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ലാങ് ആൻഡ് പെരോളിൻ്റെ സെയിം ആയിട്ടുള്ളതാണ് എന്ത്? കോമ്പറ്റൻസ് ആൻഡ് പെർഫോമൻസ് എന്ന് പറയുന്നത്. കോമ്പറ്റൻസ് മീൻസ് ദ നോളജ് ഓഫ് എ ലാംഗ്വേജ് ഓഫ് ദ നാറ്റീവ് സ്പീക്കർ. ഒരു നാറ്റീവ് സ്പീക്കറിൻ്റെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ നോളജിനെയാണ് കോമ്പറ്റൻസ് എന്ന് പറയുക. അതുപോലെ പെർഫോമൻസ് മീൻസ് ദ എബിലിറ്റി ഓഫ് സ്പീക്കർ ടു മേക്ക് മീനിങ് ഫുൾ സെൻറ്റൻസ് ഇസ് കോൾഡ് പെർഫോമൻസ്. ആ ഒരു എബിലിറ്റി വെച്ചിട്ട്, ആ ഒരു നോളേജ് വെച്ചിട്ട് ഒരു സ്പീക്കർ മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് പറയുന്നതിനെയാണ് പെർഫോമൻസ് എന്ന് പറയുക. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ പെരോൾ ആപ്ലിക്കേഷൻ ലെവലാണ്. അപ്പോൾ ഇതാണ് ലാങ് ആൻഡ് പെരോൾ, കോമ്പറ്റൻസ് ആൻഡ് പെർഫോമൻസ്. വളരെ സിമ്പിളാണ്. ലാങ്ങും കോമ്പറ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ യൂസ് ഓഫ് പെർട്ടിക്കുലർ ലാംഗ്വേജിൻ്റെ കപ്പാസിറ്റി, അദ്ദേഹത്തിൻ്റെ നോളേജ്. എന്നാൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പെരോൾ എന്ന് പറയുമ്പോൾ ആ ഒരു നോളേജ് വെച്ചിട്ട് അയാൾ എങ്ങനെയാണോ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്, മേക്ക് ചെയ്യുന്നത്, ആ ഒരു കഴിവിനെയാണ് പെർഫോമൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെരോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ് ഓഫ് ലാംഗ്വേജ്.